Hello guys, welcome back to my YouTube channel Techwithdude. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് ആണ്. എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ഫേസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേറ്റ്, പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലൂ എടുത്തിട്ട് നമുക്ക് കുറച്ച് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ കുറച്ചൊരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് നന്നായിട്ട് വെള്ളവും ഗ്ലൂ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് നല്ലൊരു ഷേപ്പുള്ളതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിയ ഗ്ലാസ്സും യൂസ് ചെയ്യാം. പൊട്ടിയ ഗ്ലാസ് ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന അതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് അതവിടെ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. അതായത് നമ്മൾ മുഖമൊക്കെ തുടക്കുന്ന ടിഷ്യൂ പേപ്പർ. അത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ചുരുട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. ഇപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ചുളിവോടുകൂടി തന്നെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കണം. അത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സൈഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചുളിവോട് കൂടി നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് വേഗം തന്നെ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 2-3 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഫെവിക്കോളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ ഒരു 2 കോട്ട് അടിച്ചു കൊടുക്കുക. നല്ല ഒരു സ്ട്രെങ്ത് ആയിട്ട് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് നമുക്ക് നേരത്തെ ഉണക്കിയ പോലെ തന്നെ ഉണക്കാൻ വെക്കാം. ഇത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതിന് പുറത്ത് ഒരു ബ്ലാക്ക് കളറും കൂടി നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതാ നന്നായിട്ട് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആവും. അത് നമുക്ക് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ, അതായത് നമ്മൾ പുറത്തൊടിച്ച അതേ ടിഷ്യൂ പേപ്പർ തന്നെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തൊരു ഗോൾഡൻ സ്ട്രക്ചർ നമ്മൾ ഇതിൻ്റെ പുറത്തൊരു കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗോൾഡ് ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗോൾഡ് ആക്കാനാവുമോ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബ്രൗണും പിന്നെ കുറച്ച് വൈറ്റും പിന്നെ കുറച്ച് യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബ്രൗൺ ആക്കി നോക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വളരെ കുറച്ച് മാത്രം നമുക്ക് ഇതേപോലെ വളരെ കുറച്ച് മാത്രം ബ്രഷിലെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ ചുളിവൊക്കെ ആക്കിയിട്ടില്ല, ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് കളറാകുന്ന രീതിയിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സ്ട്രക്ചർ തന്നെ നമുക്ക് ഇതിന് മുകളിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് ചെയ്യണം. അതായത് നമ്മൾ എത്രത്തോളം ടൈം എടുക്കുന്നു, എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധയോടെ ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധയോടെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്ലവർ ഫേസ് എങ്ങനെ അടിപൊളിയല്ലേ? എല്ലാവരും പിന്നെ ഇതിൻ്റെ ചുളിവ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചുളിവ് അതിൻ്റെ ഗോൾഡൻ കളറൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ട് ഫ്ലവർ ഫേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോസുകളും ഈ ഒരു ഫ്ലവർ വേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലെ 2 പീസാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു പെർമനൻറ്റ് മാർക്കറോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈന് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നമ്മളിതാ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, സിമ്പിളാണ്. ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക, ചുരുട്ടുക, അത് നിവർത്തുക, അത് നമുക്ക് കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്ത് എത്രത്തോളം ഭംഗിയാക്കുക.